സംസാരിക്കുന്നത് ആത്മം എന്ന സങ്കല്പത്തെക്കുറിച്ചും ആത്മോപദേശ ശതകത്തിലെ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന 21 മുതൽ 25 വരെ ഉള്ള ശ്ലോകങ്ങളുടെ ആശയവും അതുപോലെ തന്നെ 44 മുതൽ 47 വരെയുള്ള ശ്ലോകങ്ങളുടെ ആശയവുമാണ്. എന്താണ് ആത്മം? പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. ആ കാരണത്തെ അല്ലെങ്കിൽ ചൈതന്യത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ മനുഷ്യന് മാത്രമേ കഴിയൂ. അത് കണ്ടെത്തിയവരാണ് സന്യാസശ്രേഷ്ഠന്മാർ. ആത്മം എന്ന പദത്തിൻ്റെ അർത്ഥം തൻ്റേത് എന്നതാണ്. തൻ്റെ ഉള്ളിലെ സ്വരൂപത്തെ അല്ലെങ്കിൽ സത്യത്തെ കണ്ടെത്തുമ്പോൾ മനുഷ്യൻ ജീവിക്കുന്നു, അല്ലെങ്കിൽ അയാൾ മരിച്ച് ജീവിക്കുന്നു. അതുകൊണ്ടാണ് അരുൾ അല്ലെങ്കിൽ ജ്ഞാനം ഉള്ളവനാണ് ജീവി എന്ന് ഗുരു പറയുന്നത്. ആത്മം എന്നതിനെ കുറിക്കാൻ നിലനിൽപ്പ്, അസ്തിത്വം എന്നീ പദങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. സാധാരണ മനുഷ്യർ ശരീരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് നാം എന്ന് തെറ്റിദ്ധരിക്കുന്നു. ജീവിതത്തെപ്പറ്റി ആലോചിച്ച് നോക്കിയാൽ ചൈതന്യം അല്ലെങ്കിൽ സത്യം പിന്മാറ്റുമ്പോൾ വീഴുന്നതും ആ ശരീരം ചൈതന്യരഹിതമായി മാറുന്നതും നാം കാണുന്നു. അപ്പോൾ എന്താണ് നിലനിൽപ്പ് എന്ന ആലോചനാശേഷിയുള്ളവർ ചിന്തിക്കുന്നു. പ്രപഞ്ചത്തിലെ അളവറ്റ അറിവ് തേടിയാൽ സത്യം അറിയാനാകില്ല. ഏകമായ അറിവിൽ അല്ലെങ്കിൽ സത്യം നാം എത്തിച്ചേരണം. നമ്മുടെ ചക്ഷുസിനെ കണ്ണടച്ച് മാറ്റി നിർത്തി അറിവിൻ്റെ കണ്ണ് അല്ലെങ്കിൽ ജ്ഞാനചക്ഷുസ് ഉള്ളിലേക്ക് കണ്ടിറങ്ങി 7 പടവുകൾ കടക്കുമ്പോൾ ജ്ഞാനപ്രകാശം നാം കാണും. അതായത് നമ്മുടെ മാംസചക്ഷുസിനെ കണ്ണടച്ച് മാറ്റി നിർത്തി ജ്ഞാനചക്ഷുസിനെ, അറിവിൻ്റെ കണ്ണാവുന്ന ജ്ഞാനചക്ഷുസിനെ ഉള്ളിലേക്ക് കണ്ടിറങ്ങി 7 പടവുകൾ കടക്കുമ്പോൾ ജ്ഞാനപ്രകാശം നാം കാണും. ആ 7 പടവുകൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ബുദ്ധി, അഹംഭാവം എന്നിവയാണ് ഈ 7 പടവുകൾ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ബുദ്ധി, അഹംഭാവം, ഇത്രയാണ് 7 പടവുകൾ. അതാണ് അസ്തിത്വം. വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ ആഴമേറും നിൻ മഹസാമാഴിയിൽ എന്ന് ദൈവദശകത്തിൽ അത് പറയുന്നുണ്ട്. ആഴമേറും നിൻ മഹസാമാഴിയിൽ അത് അലിയുന്നു. അവിടെ ഞാൻ ഇല്ലാതാകുന്നു, നാം ആയി മാറുന്നു. ആ ആത്മരാമനെ സംബന്ധിച്ചിടത്തോളം മണൽത്തരി മുതൽ മലർവാടി വരെ ഒരേ പ്രകാശത്താൽ പൂരിതമാണെന്ന പരമമായ സത്യം കണ്ടറിയണം. ഈ അവസ്ഥയാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് വേദാന്തത്തിൽ പറയുന്നത്. നാം സ്വയം ആ പ്രകാശത്തിൽ അലിഞ്ഞു ചേരുന്നതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആത്മത്തെ കണ്ടെത്തിയവർ മറ്റുള്ളവരെയും അജ്ഞാനത്തിൽ നിന്ന് ഉയർത്താൻ ശ്രമിക്കുന്നു. ഗുരുവിൻ്റെ കാവ്യങ്ങളെല്ലാം അതിനു വേണ്ടിയുള്ളതാണ്. ഇനി ആത്മസാക്ഷാത്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. മറ്റുള്ളവരെ ആശ്രയിച്ചാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം സ്വതന്ത്രരല്ല. ആത്മത്തിലെത്തിയവർ നിരാശ്രയരാണ്. അവർ ഏകമായ ആത്മത്തിൽ അലിഞ്ഞു ജീവിക്കുന്നു. സുഖമോ ദുഃഖമോ ഉയർച്ചയോ താഴ്ചയോ അവരെ ബാധിക്കുന്നില്ല. സമനിലയിലാണ് അവർ. ആത്മസുഖം നുകർന്ന് ശാന്തിയായി അവർ നിലകൊള്ളുന്നു. മാത്രമല്ല, അവരുടെ സമീപത്ത് അണയുന്നവർക്ക് സുഖം പകർന്ന് കൃപാലുവായി ജനിമൃതി സാഗരം താണ്ടി ബോധസത്യത്തിൻ്റെ പരമോന്നത അവസ്ഥയിൽ അവർ വർത്തിക്കുന്നു. ഇനി അടുത്ത ആത്മസുഖം എങ്ങനെ നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ, ശക്തമാകുമ്പോൾ, വ്യാപകമാകുമ്പോൾ ഇത് നേടാം. നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ അല്ലെങ്കിൽ ശക്തമാകുമ്പോൾ അല്ലെങ്കിൽ വ്യാപകമാകുമ്പോൾ ഇത് നേടാം. മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്ത മനുഷ്യന് മറ്റൊരു വേല ചെയ്തിരേണ്ട എന്ന് ഗുരുദേവൻ ഉപദേശിക്കുന്നു. മനസ്സിൽ നല്ല ചിന്തകൾ നാം നിറയ്ക്കണം. ഞാനും മറ്റുള്ളവരും ഒരേ ബോധമാണെന്ന ചിന്ത കൊണ്ടുവരണം. ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവാൻ നിസ്വാർത്ഥമായി പ്രാർത്ഥിക്കണം. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ചെയ്യുന്നത് ആരാണെന്ന് കണ്ടറിയണം. ആ ചൈതന്യത്തെ നന്ദിപൂർവ്വം ഓർക്കണം. നാം ഉറങ്ങുന്ന വേളയിൽ നാം അതാണെന്ന മന്ത്രം ഉരുവിടുക. ബോധമനസ്സിൻ്റെ മന്ത്രം പിന്നീട് ഉപബോധ മനസ്സ് ഏറ്റെടുക്കുന്നു. ഓരോ പ്രഭാതത്തിലും പുതിയ നാം ഉണരുന്നു. അങ്ങനെ അല്പബോധമായ നാം അനൽപബോധമായി അല്ലെങ്കിൽ പൂർണ്ണബോധമായി മാറുന്നു. ഇതിനുവേണ്ടി നാം ജോലി ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, വസ്ത്രം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. മനോഭാവം മാത്രം മാറ്റിയാൽ മതി. നമ്മുടെ ഉള്ള് ഹിമാലയമായി മാറുന്നു. നമ്മുടെ സമീപത്തണയുന്നവർ ആത്മമധു കൊണ്ട് ആരംഭിക്കുന്നു. ശ്രീനാരായണ ഗുരുദർശനത്തിൻ്റെ സംഗ്രഹം പ്രകടമാകുന്ന 2 കൃതികളാണ് ആത്മോപദേശ ശതകവും ദർശനമാലയും. സിദ്ധാന്തതലവും പ്രയോഗതലവും സമന്വയിക്കുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം. സിദ്ധാന്തപക്ഷത്ത് മാത്രം നിൽക്കുന്ന കൃതിയാണ് ദർശനമാല. കോഹം അല്ലെങ്കിൽ ഞാൻ അതാണ് എന്ന പ്രാചീനകാലം മുതലുള്ള ആത്മാന്വേഷണത്തിന് ഉചിതമായ ഉത്തരം ആത്മോപദേശ ശതകം നൽകുന്നു. അതോടൊപ്പം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ പൊരുളാണെന്ന ആത്മതത്വത്തിന് വിവിധ രീതിയിൽ ഉദാഹരണ സഹിതം നിർദ്ധാരണം നൽകുകയും ചെയ്യുന്നു. അവനിലും ഇവനിലും നിറഞ്ഞിരിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ആത്മാവെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആത്മത്തെ അറിയുക എന്നാൽ തന്നെ അറിയുക എന്ന് തന്നെയാണ്. തന്നെ അറിയുമ്പോൾ അപരനെയും അറിയുന്നു. ഈ അറിവിലൂടെ അപരത്വ ബോധത്തെ മറികടക്കുവാൻ മനുഷ്യന് സാധിക്കും.
ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകലോക സങ്കല്പവും തത്വപരമായും പ്രായോഗികമായും ആവിഷ്കരിച്ചിരിക്കുന്നത് ആത്മോപദേശ ശതകത്തിലാണ്. പ്രധാനപ്പെട്ട ചില ശ്ലോകങ്ങളുടെ അർത്ഥവും ആശയവും കൂടെ തുടർന്ന് പറയുന്നു. അതിൽ 21-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവും ആശയവും ആദ്യം. പ്രിയത്തിന് ഒരു ജാതിയേ ഉള്ളൂ, എൻ്റെ പ്രിയം, നിൻ്റെ പ്രിയം, ഇങ്ങനെ അനേകമായി ഓരോ വിഷയങ്ങൾ വരുന്ന പ്രിയം ഭ്രമം മാത്രമാണ്. തൻ്റെ പ്രിയം എന്താണോ അത് തന്നെയാണ് മറ്റുള്ളവൻ്റെയും പ്രിയം എന്നറിയണം. അതിനെങ്ങനെ വിശദീകരിക്കാം? സുഖകാംക്ഷികളാണല്ലോ എല്ലാവരും. പ്രിയമുണ്ടാകുന്നത് സുഖം തരുന്ന കാര്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ പ്രിയത്തിന് ഒരു ജാതിയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. അനേക വസ്തുക്കൾ ഓരോന്നിനോടും ഓരോരുത്തർക്കും പ്രിയമുണ്ടായിരിക്കും. ഓരോരുത്തരുടെയും ഭ്രമം അനുസരിച്ച് അത് മാറുമെന്നേ ഉള്ളൂ. യോഗിക്ക് ഭൗതിക സുഖം വേണ്ട, ലൗകികന് ഭൗതിക സുഖം വേണം. സുഖം എന്നത് സമാനമായി ഇരുവരിലും കാണപ്പെടുന്നു. കളിക്കോപ്പെടുത്ത ചെറുപൈതലിന് കളിക്കോപ്പ് സുഖം നൽകുന്നു. അതുകൊണ്ട് തന്നെ അവന് പ്രിയം കളിക്കോപ്പിലാണ്. യുദ്ധക്കോപ്പണിഞ്ഞ നൃപന് യുദ്ധക്കോപ്പുകൾ സുഖം നൽകുന്നു. അതുകൊണ്ട് അവന് പ്രിയം യുദ്ധോപകരണങ്ങളാണ്. പ്രിയം ഒരു ജാതി തന്നെയാണെന്ന് വ്യക്തം. ഇനി 22-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അവരൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമാണ്, സ്വന്തം ഇഷ്ടം മറ്റൊരാളുടെ ഇഷ്ടമായിരിക്കണം എന്നൊരു നയം കൊണ്ട് മനുഷ്യന് നന്മ നൽകുന്ന പ്രവൃത്തികൾ അപരന് പ്രിയ ഹേതുവായി വരയണം. അതിൻ്റെ ആശയം ഇങ്ങനെ വിശദീകരിക്കാം. സുഖം അല്ലെങ്കിൽ ആനന്ദം തന്നെയാണ് എല്ലാവർക്കും പ്രിയം. തനിക്കും താൻ ഉൾപ്പെടുന്ന സമൂഹത്തിനും അക്കാര്യത്തിൽ ഒന്ന് തന്നെയാണ് സ്വീകാര്യം. ഓരോരുത്തരും വ്യത്യസ്തമായ കാര്യങ്ങൾ ഭ്രമിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയ വിഷയങ്ങൾ രമിക്കുന്നത്. ഭ്രമം മൂലം സംഘർഷമുണ്ടാകാതെ സമൂഹം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനൊരു നയതന്ത്രം വേണം. നയം ഇത്രയേ ഉള്ളൂ. നിൻ്റെ ഇഷ്ടം നോക്കിയിട്ടേ എൻ്റെ ഇഷ്ടം ഞാൻ പ്രവർത്തിക്കൂ, അതുപോലെ തിരിച്ചും. ഈ നയം കൊണ്ട് മനുഷ്യന് നന്മയെ ലഭിക്കൂ. തൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് നന്മയെ നൽകൂ എന്ന നയവുമായി ജീവിക്കുമ്പോഴാണ് അദ്വൈത തത്വം പ്രയോഗക്ഷമമാകുന്നത്. പ്രായോഗികമാകാത്ത അദ്വൈത ചിന്ത വെറും ആചാരാനുഷ്ഠാനമായി പരിണമിക്കും. ഒന്നാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ല. ഒരുപോലെയുള്ള ജീവിതാനുഭവങ്ങൾ പങ്കിടുകയും വേണം. ഇതറിയാതെ ലഭിക്കുന്ന ആത്മോപദേശങ്ങൾക്ക് ഒട്ടും ഇല്ലെന്ന് തന്നെയാണ് ഗുരു സൂചിപ്പിക്കുന്നത്. 23-ാമത്തെ ശ്ലോകം. അതിൻ്റെ അർത്ഥം. ദയാലുവായ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സ്വാർത്ഥം വെടിഞ്ഞ് രാപ്പകൽ ഭേദമില്ലാതെ നിരന്തരം പ്രയത്നിക്കുന്നു. സ്വാർത്ഥനാകട്ടെ തന്നിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് തനിക്ക് വേണ്ടി അപചയ കർമ്മങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ആശയം ഇങ്ങനെ വിശദീകരിക്കാം. നിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്ന നയം സ്വീകരിച്ചവന് ഏറ്റവും അനുയോജ്യമായ പേരാണ് കൃപാലു. കൃപാലുവിൽ സ്വാർത്ഥതയുടെ കണിക പോലും കാണില്ല. അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രത്യേകത അവൻ അപരന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നതാണ്. ഈ നയം സ്വീകരിച്ചവൻ്റെ നോട്ടം നേരെ തന്നെയായിരിക്കും. കൃപണൻ്റെ നോട്ടമാകട്ടെ ഈ നയത്തിന് നേർ വിപരീതമാണ്. നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്ന നയം സ്വാർത്ഥിയായ അവൻ സ്വീകരിക്കില്ല. അവൻ പ്രവൃത്തികളിൽ ഏർപ്പെടും, പക്ഷേ അവന് വേണ്ടി മാത്രമായിരിക്കും ഏർപ്പെടുന്നത്. കൃപാലുവിൻ്റെയും കൃപണൻ്റെയും ശരീരഭാഷയിൽ പോലും പ്രത്യേകതകളുണ്ട്. ഒരാൾ നേരെ നിന്ന് പ്രവൃത്തി ചെയ്യുന്നു, നേരെ നോക്കുന്നു. മറ്റൊരാൾ താഴേക്ക് ദൃഷ്ടി പായിക്കുന്നു, കിടന്ന് ചെയ്യുന്നു. കിടക്കുന്നു എന്ന പ്രയോഗത്തിൽ കൃപണൻ്റെ എല്ലാവിധ ദൗർബല്യങ്ങളും ഉള്ളടങ്ങിയിരിക്കുന്നു. ആ ദൗർബല്യം കൊണ്ടാണ് അവൻ്റെ പ്രവൃത്തികൾ അപജയങ്ങളായി മാറുന്നത്. 24-ാമത്തെ ശ്ലോകം. ഈ പ്രപഞ്ചത്തിൽ അവനെന്നും ഇവനെന്നും മറ്റും പറഞ്ഞ് പോരുന്നവരെല്ലാം ചിന്തിച്ചു നോക്കിയാൽ ആദിമമായ ആത്മസത്യത്തിൻ്റെ രൂപഭേദങ്ങൾ മാത്രമാണെന്ന് കാണാം. ഓരോരുത്തരും സ്വന്തം സുഖത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവൻ്റെ സുഖത്തിനായി കൂടി ഉതകുന്നതായി വരണം. അതിൻ്റെ ആശയം ഇങ്ങനെ വിശദീകരിക്കാം. കൃപണത വിട്ട കൃപാലുവിൻ്റെ പ്രത്യേകത കണ്ടു കഴിഞ്ഞു. അഹർനിശം പ്രയത്നം ചെയ്യുന്ന അവൻ അപരനെ നേരെ നോക്കി കാണുന്നു. അപ്പോൾ അപരനിൽ തന്നെ കാണാൻ കഴിയുന്നു. അപരനിൽ തന്നെ കാണാൻ കഴിഞ്ഞാൽ ഇവനെന്നറിയുന്നതൊക്കെ ആദിമമായ ആത്മരൂപമാണെന്ന് ബോധ്യമാകും. അങ്ങനെ ശുദ്ധബോധമെന്ന് ഉറപ്പിച്ച കൃപാലുവിന് സ്വന്തം സുഖം മറ്റുള്ളവർക്കും സുഖം നൽകുന്നതാകണമെന്ന് നിർബന്ധമുണ്ടാകും. തൻ്റെ സുഖവും മറ്റുള്ളവരുടെ സുഖവും ഒന്നായിത്തീരുന്ന വേളയിലാണ് നമ്മുടെ പ്രവൃത്തി നിരുപാധികമായി മാറുന്നത്. ഉപാധികളോട് ചെയ്യുന്ന പ്രവൃത്തികൾ കൃപയ്ക്ക് പകരം സ്വാർത്ഥമോഹങ്ങൾ കടന്നു വരും. അത് ഒഴിവാക്കാനാണ് ആത്മാന്വേഷണം ശ്രമിക്കേണ്ടത്. ഏത് പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോഴും ആത്മസ്വരൂപത്തെക്കുറിച്ച് ഓർക്കണം. രണ്ടല്ല എന്ന ബോധത്തോടെ വേണം ആത്മാന്വേഷണം നടത്താൻ. 25-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരാൾക്ക് നന്മയും മറ്റൊരാൾക്ക് ദുഃഖവും ആയിത്തീരുന്ന ഒരു തൊഴിൽ ആത്മതത്വത്തിന് എതിരായിട്ടുള്ളതാണ്. മറ്റുള്ളവർക്ക് വർദ്ധിച്ച ദുഃഖം കൊടുക്കുന്നവൻ എരിയുന്ന നരകക്കടലിൽ വീണ് എരിഞ്ഞിടുന്നു. അതായത് ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ആത്മതത്വത്തെ ഓർത്ത് വേണം അത് തുടങ്ങേണ്ടത് എന്ന ഉപദേശം നൽകിക്കഴിഞ്ഞു. വീണ്ടും കുറെ കൂടി വിശദവും ലളിതവുമായി അത് വ്യക്തമാക്കുന്നു. ആത്മതത്വം അറിഞ്ഞവൻ തൊഴിലിൽ പുലർത്തേണ്ട നിഷ്ഠ
നിഷ്കർഷിക്കുന്നു. സന്തുലനാത്മാവായിരിക്കണം ഒരു തൊഴിലിൻ്റെ ഫലഭാഗം. ഒരാൾക്ക് നല്ലത് മറ്റൊരാൾക്ക് ചീത്തയായി വരുന്നത് ആത്മതത്വത്തിന് നിരക്കുന്നതല്ല. ആത്മതത്വത്തിന് വിരോധമാകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർ നരകക്കടലിൽ വീണ് എരിയുമെന്ന് താക്കീത് അതിൻ്റെ തീവ്രത സൂചിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നതാണ്. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് നരകവും സ്വർഗവും ഇല്ല, പാപപുണ്യങ്ങളുമില്ല. ലൗകിക ജീവിതത്തിൻ്റെ സാമാന്യ കൽപ്പനയായി ഇതിനെ കരുതിയാൽ മതി. ഇനി 44-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്: വിവിധങ്ങളായ മതങ്ങളുടെ സാരാംശം ഒന്നാണെന്ന് കാണാതെ ഈ ലോകത്ത് മടയന്മാർ അലയുന്നുണ്ട്. എങ്ങനെയെന്നാൽ, കാഴ്ചശക്തിയില്ലാത്തവൻ ആനയെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെ മതങ്ങളെക്കുറിച്ച് പലവിധ യുക്തി പറഞ്ഞ് അലയാതെ ഇരിക്കണം. അതായത്, അറിവിനെ സമ, അന്യ എന്നിങ്ങനെ രണ്ടായി തിരിച്ചതിലെ യുക്തി ഇങ്ങനെയാണ്: എല്ലാം ഏകമായി കാണുന്നത് സമ, ഒന്നിന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ പ്രാധാന്യമില്ലെന്ന് സമയിലൂടെ അറിയുന്നു. അന്യയാകട്ടെ ഏകവീക്ഷണത്തിന് പുറത്താണ് നിൽക്കുന്നത്, മറ്റുള്ളതിനേക്കാളും പ്രാധാന്യം പ്രത്യേകിച്ച് ഒന്നിനുണ്ടെന്ന് ശഠിക്കുന്നു. മതങ്ങളുടെ പ്രോത്സാഹകർ അന്യയ്ക്ക് വശംവദരായവരാണ്. എല്ലാ മതങ്ങളെയും പരസ്പര ആദരത്തോടെ കാണുവാൻ അവർക്ക് കഴിയാറില്ല. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്ന സമയിൽ ഊന്നിയ ചിന്തയില്ലാത്തത് കൊണ്ടാണ് തൻ്റെ മതത്തിന് മറ്റു മതങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് വാദിക്കുന്നത്. മതങ്ങളുടെ ആചാരക്രമത്തിൽ ഭ്രമിച്ചു പോയവർ അന്യയിൽപ്പെട്ടവരാണ്. അവർക്ക് മതങ്ങളെ ഒന്നായി കാണാൻ കഴിയില്ല. എല്ലാ മതങ്ങളിലുമുള്ള സാരാംശം തുല്യമാണെന്നും അവയെല്ലാം തേടുന്ന സുഖം ആണെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും തേടി അലയേണ്ടതില്ല. ആനയെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തിടത്തോളം വിഭിന്ന രൂപങ്ങൾ അറിയുന്നവനെ അറിയുവാനേ അന്ധന് തരമുള്ളൂ. ഇപ്രകാരം അന്ധതയിൽ കഴിയുകയാണ് ഓരോ മതത്തിൽപ്പെട്ടവരും. തൻ്റെ മതമാണ് ശ്രേഷ്ഠം എന്ന നിലയിൽ താൻ തൊട്ടറിഞ്ഞ രൂപമാണ് ആനയ്ക്കുള്ളതെന്ന് അന്ധൻ കരുതുന്നത് പോലെ മതങ്ങളുടെ ഉപരിതലത്തെ മാത്രം കാണുന്ന മടയന് സുഖമല്ല, അലച്ചിൽ തന്നെയാണ് ഫലം. അത് മനസ്സിലാക്കി സാരാംശമറിഞ്ഞു കഴിഞ്ഞാൽ ഏത് മതത്തിലുള്ളവർക്കും അതിൽ തന്നെ നിന്നുകൊണ്ട് അലയാതെ സുഖമായി കഴിയാം. പലവിധ യുക്തികളുടെ ഭ്രമകൽപ്പനയെ അവഗണിച്ച് ഏകസത്യത്തിൽ എത്തിച്ചേരണം. ഇനി 45-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഒരാളുടെ മതം മറ്റൊരാൾക്ക് മോശമായി തോന്നാം. ഒരു മതത്തിൻ്റെ മൂലതത്വം മറ്റുള്ളവന് കുറവായി തോന്നാം. ലോകത്തിൽ ഇതിൻ്റെയെല്ലാം സൂക്ഷ്മം അറിയുന്നവരെ ഇത്തരം ഭ്രമം നിലനിൽക്കൂ എന്നറിയണം. അതിനെങ്ങനെ വിശദീകരിക്കാം? വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് മതങ്ങളും അവയുടെ ആചാരബദ്ധമായ ചട്ടക്കൂടുകൾ നിലനിൽക്കുന്നത്. വിശ്വാസത്തിൽ യുക്തിക്ക് സ്ഥാനമില്ല. യുക്തിക്ക് പ്രവേശനമില്ലാത്തത് മൂലമാണ് പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലയുന്നത്. ഇത്തരം പാമരന്മാരെയാണ് അന്യൻ, അപരൻ എന്നീ പദങ്ങൾ കൊണ്ട് ഈ ശ്ലോകത്തിൽ പരാമർശിക്കുന്നത്. ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട പാമരന് മറ്റു മതങ്ങളോടുള്ള സമീപനം അന്യഭാവത്തിലായിരിക്കും. അതുകൊണ്ട് മറ്റു മതങ്ങൾ അവന് നിന്ദ്യമാണ്. നിന്ദ്യമായി കരുതുന്നത് കൊണ്ട് അവയെല്ലാം മൂല്യങ്ങൾ കുറഞ്ഞവയാണെന്ന് ധരിക്കാം. തൻ്റെ കണക്ക് മറ്റു മതങ്ങളുടെ കണക്കുമായി ചേർച്ചയില്ലാത്തതായി തോന്നാം. കൂട്ടിയാൽ കിട്ടുന്ന ആകെ സംഖ്യ ഒരേ മൂല്യമുള്ളതാണെങ്കിലും പല രീതിയിൽ കൂട്ടുവാൻ കഴിയുമല്ലോ. 4ഉം 3ഉം 7 5ഉം 2ഉം 7 6ഉം 1ഉം 7 ആകെ സംഖ്യാമൂല്യത്തിലെത്താം. ഏത് രീതിയിലായാലും ഒരേ മൂല്യത്തിൽ എത്താമെന്നുള്ള സൂക്ഷ്മതത്വം അറിയുന്നത് വരെയോ ഈ ഭ്രമം നിലനിൽക്കൂ. സൂക്ഷ്മം അറിഞ്ഞാൽ താനേ പൊഴിഞ്ഞു പോകുന്നതാണ് ഭ്രമം. ശ്രേഷ്ഠമായ മതം, നീചമായ മതം എന്നീ തരംതിരിവ് ഭ്രമഫലമായി ഉണ്ടാകുന്നതാണ്. 46-ാമത്തെ ശ്ലോകം, അതിൻ്റെ അർത്ഥം: ഒരു മതം മറ്റൊരു മതത്തോട് പൊരുതി ജയിക്കണമെന്നുള്ളത് അസാധ്യവും ഒന്നിന് മറ്റൊന്നിനെ ഇല്ലാതാക്കാമെന്നുള്ളത് നടക്കാത്ത കാര്യവുമാണ്. ഇതോർക്കാതെ പരമതനിന്ദ ചെയ്യുന്നവൻ വെറുതെ പൊരുതി നശിക്കുകയുള്ളൂ എന്ന വിവേചന ബുദ്ധി ഉണ്ടാവണം. അതിങ്ങനെ വിശദീകരിക്കാം: മനുഷ്യജീവിതത്തിന് സുഖവും സന്തോഷവും നൽകുവാൻ വേണ്ടിയാണ് മതമായാലും മറ്റു കൂട്ടായ്മകളായാലും രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അവയുടെയെല്ലാം രഹസ്യം ഇതാണ്. ഇത് മനസ്സിലാക്കാതെ ആചാരങ്ങളായി മതത്തെ കണ്ടു കഴിയുമ്പോഴാണ് പരമതനിന്ദ. തങ്ങൾ ചെയ്യുന്ന ആചാരങ്ങളാണ് ശരി, തങ്ങൾ ചെയ്യുന്ന ആചാരങ്ങളാണ് ശരി, മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണ് എന്നിങ്ങനെ തുടങ്ങി മൂലതത്വത്തെ മറന്നുകൊണ്ട് പരസ്പരം കലഹിക്കാൻ തുടങ്ങും. കലഹിച്ച് ജയിക്കുവാൻ കഴിയില്ല. കലഹം കൂടുതൽ കലുഷമാക്കാനേ ഉപകരിക്കൂ. ഒരു മതത്തെയും പൊരുതി തോൽപ്പിക്കുവാനോ ഉന്മൂലനം ചെയ്യുവാനോ കഴിയില്ല. പൊരുതിക്കൊണ്ടിരിക്കും തോറും സ്വയം നശിക്കുവാനാണ് കൂടുതൽ സാധ്യത എന്നുള്ള തിരിച്ചറിവ് നേടണം. പാഴായ ഒരു വേലയാണ് പരമതനിന്ദ. അതിന് പകരം എല്ലാ മതങ്ങളുടെയും സാരത്തെ അറിയുവാൻ ശ്രമിക്കണം. കാലദേശങ്ങളുടെ ഭേദമനുസരിച്ചും ഭാഷയനുസരിച്ചുമാണ് മതങ്ങളുണ്ടായതും അവയ്ക്കെല്ലാം മതഗ്രന്ഥങ്ങളുണ്ടായതും. ഒരിടത്ത് സ്നേഹമെന്നും മറ്റൊരിടത്ത് സാഹോദര്യമെന്നും ഇനിയൊരിടത്ത് സനാതന മൂല്യമെന്നും പറയുന്നവ ഒരേ രഹസ്യമാണെന്ന് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ പരമതനിന്ദനം തീരുകയുള്ളൂ. ഇതറിയാൻ വേണ്ട വിവേചന ബുദ്ധി ഉണ്ടാവണം. അതല്ലാതെ മാർഗമില്ല. 47-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ലോകരെല്ലാം ഒരൊറ്റ മതത്തിൽ ഉൾക്കൊള്ളണമെന്നാണ് ഓരോ മതക്കാരും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ മതക്കാരും ഇത് തന്നെയാണ് പറയുന്നതെന്ന് അവർ ഓർക്കുന്നില്ല. പരമതനിന്ദ ചെയ്യാത്ത അറിവുള്ള ആളുകൾ മതത്തിൻ്റെ പൂർണ്ണ രഹസ്യം അറിയും. അതിങ്ങനെ വിശദീകരിക്കാം:
താൻ വിശ്വസിക്കുന്ന മതം ശ്രേഷ്ഠമാണെന്ന് ഓരോ മതവിശ്വാസിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്തരം ശ്രേഷ്ഠ കൽപ്പനയ്ക്ക് ഒരു മറുവശമുണ്ട്. അപരമതം നിന്ദ്യമാണ് എന്ന മുൻവിധി അതിലടങ്ങിയിരിക്കുന്നു. ഈ മുൻവിധിക്ക് കാരണം മതങ്ങളുടെ രഹസ്യം പൂർണ്ണമായി ഉൾക്കൊള്ളാത്തത് തന്നെയാണ്. സ്വമതത്തെക്കുറിച്ചോ അന്യമതത്തെക്കുറിച്ചോ പൂർണ്ണമായും പഠിക്കാത്തവരാണ് ഒരു മതമാകണമെന്ന് ശാഠ്യം പിടിക്കുന്നത്. അവർക്ക് ഒരു മതമെന്നാൽ സ്വമതം എന്നതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരമതവാദം അല്ലെങ്കിൽ നിന്ദ ചെയ്തുകൊണ്ടേയിരിക്കും. പരമത നിന്ദനം ചെയ്യുന്നവർ ജ്ഞാനികളല്ല. ജ്ഞാനികൾ പരമതവാദമൊഴിഞ്ഞവരാണ്. അവർ മതങ്ങളുടെയെല്ലാം ഏകസത്യം കണ്ടെത്തിയവരാണ്. ഏകസത്യം കണ്ടെത്തുന്നവർ ആചാരങ്ങളെയും നിഷ്ഠകളെയും ഗൗരവമായി എടുക്കില്ല. അവർ സംഘടിത മതസങ്കല്പങ്ങൾക്ക് പുറത്ത് വസിക്കുന്നവരാണ്. ആചാരങ്ങളും നിഷ്ഠകളും പാലിക്കുന്നവർ മതസങ്കല്പങ്ങളുടെ തടവറയിൽ പെട്ടുപോയവരാണ്.